2024 ഗ്ലോബൽ വില്ലേജിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രോഗ്രാം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ വേറെ ഒരു വീഡിയോ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് ദയവ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം 12 മണിക്കൂർ ജോലിയും അതേപോലെ തന്നെ 365 ദിവസം പണിയുമാണ്. ഇതിൻ്റെയൊക്കെ ഇടക്കാണ് നമ്മൾ പോയിട്ട് ഇതേപോലെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നിങ്ങൾ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എന്താക്കുന്നത്, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ടാവും ദുബായിലൊക്കെ. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ വരാത്ത അല്ലെങ്കിൽ ഇതേപോലത്തെ പരിപാടിയൊന്നും വന്ന് കാണാത്ത ആളുകൾക്ക് ഇതൊരു പുതിയ കാഴ്ചയാവും. ഈ കാഴ്ച നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് പുതിയ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മുഴുവനായിട്ട് കാണുക. പുതിയതായിട്ട് കാണുന്ന ആളുകൾ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഗ്ലോബൽ വില്ലേജിലുള്ള പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ പോകുന്നത് ഈജിപ്തിൻ്റെ പവലിനിലേക്കാണ് കേട്ടോ. ഈജിപ്തിൻ്റെ പവലിനിൽ എന്തൊക്കെയാണ് ആ രാജ്യത്തിൻ്റെ ടെൻറ്റിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണണമല്ലോ. അപ്പോൾ ഈജിപ്ത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു രാജ്യം തന്നെയാണ് ഈജിപ്ത്. അകത്തേക്ക് കിടക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു തൂണ് കാണാം. അവിടുത്തെ തനതായ രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് തുടക്കത്തിലെ സ്റ്റാളുകൾ തുടങ്ങുന്നത്. ഈജിപ്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് കച്ചവടക്കാരായിട്ടുള്ള ആളുകളൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാ ആളുകളും ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. ഈജിപ്തിൻ്റെ തനതായ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ എന്താക്കുന്നത്, ഇവർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അവിടെയുള്ള സാധാരണ എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ നമ്മളെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലുള്ളതല്ല. അതേപോലെ തന്നെ പ്രത്യേക കലാരൂപങ്ങളൊക്കെ കാണാൻ പറ്റും. കൈകൊണ്ടുണ്ടാക്കിയ എന്താ പറയുക, ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ചെറിയ ചെറിയ രൂപങ്ങൾ, പല രീതിയിലുള്ള രൂപങ്ങൾ. നല്ല ഭംഗിയുള്ള ഫാൻസി ബാഗുകൾ, ലേഡീസ് ബാഗുകൾ, അതേപോലെ തന്നെ ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതൊക്കെ ഈജിപ്തിൻ്റെ പവലിനിൽ ഉള്ള കാഴ്ചയാണ്. ഇതിൻ്റെ ഒന്നും വില ഞാൻ ചോദിക്കാൻ നിന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് വില കൂടുതലാണ്. നമ്മൾ പുറത്തൊക്കെ നോക്കുന്ന സാധനങ്ങളെക്കാട്ടിലൊക്കെ കുറച്ച് കൂടുതൽ വില ഇവിടെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് സഞ്ചാരികൾ ഇതിനു വേണ്ടി, ഇവിടെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾ വിലയൊന്നും നോക്കൂല, ആളുകൾ വാങ്ങും. അപ്പോൾ ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെയുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അത്ഭുതങ്ങളാണ്. കാരണം നമ്മൾ ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള രൂപങ്ങളും അതേപോലെ തന്നെ പല രീതിയിലുള്ള ആഭരണങ്ങളും അതേപോലെ തന്നെ വസ്ത്രങ്ങളും, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കിതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഈ കാഴ്ചയൊക്കെ കാണണമെങ്കിൽ ചിലപ്പോൾ അതിൻ്റെതായ രാജ്യങ്ങൾ, ഇപ്പോൾ ഈജിപ്തിൻ്റെ പവലിനിൽ കാണുന്ന സാധനങ്ങൾ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈജിപ്തിൽ തന്നെ പോകണം. പക്ഷേ ഈ ഒരു അവസരം ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ പരിചയപ്പെടാനും അതേപോലെ തന്നെ അത് വാങ്ങാനും കാണാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട കാഴ്ച ഓരോ മണിക്കൂർ കൂടുമ്പോഴും രാത്രിയിൽ ലേസർ ഷോ നടക്കുന്നുണ്ട്. ആ ലേസർ ഷോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് അതൊക്കെ.
അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഓരോ രാജ്യങ്ങളുടെ പവലിനും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പല രാജ്യങ്ങളുടെ പവലിനുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെയുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പല രാജ്യങ്ങളിൽ നിന്നുള്ള പല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ നമുക്കിതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ വർഷവും ഇതേപോലെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് സഞ്ചാരികൾ ദുബായിലേക്ക് ഒഴുകിയെത്താറുണ്ട്. കാഴ്ചകൾ കാണാനും ഇവിടെയുള്ള എന്താ പറയുക പുതിയ പുതിയ അനുഭവങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ് ആളുകൾ ഇതേപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയുടെ പവലിനാട്ടോ. ഇന്ത്യയുടെ പവലിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. അത്ര വലുപ്പം കൂടിയ ഒരു പവലിനാണ് ഇന്ത്യയുടെ പവലിന്. അപാര വലുപ്പം കൂടിയ ഈ ഒരു ഗ്ലോബൽ വില്ലേജിൻ്റെ അകത്തുള്ള 27 സ്റ്റാളുകളിൽ ഏറ്റവും കൂടുതൽ വലുപ്പം കൂടിയ ഒരു പവലിന് നമ്മുടെ രാജ്യത്തിൻ്റെ പവലിനാണ്. നമുക്കെന്താക്കാം, നമ്മുടെ രാജ്യത്തിൻ്റെ പവലിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി കാഴ്ചക്കാർക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കാണാമല്ലോ. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കണ്ടൊരു കാഴ്ച, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവും ആദിവാസി പച്ചമരുന്നുകൾ ചേർത്തിട്ടുള്ള എണ്ണ, മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഇത് വിൽക്കുന്ന ആളുകളെ കാണാൻ പറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. നാട്ടുമരുന്നുകൾ, ഇതേപോലെ തന്നെ മുടി വളരാൻ ഉപയോഗിക്കുന്ന എണ്ണ, ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളെ ഇങ്ങനെ കാണാൻ പറ്റിയിട്ടോ. ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള അത്ഭുതങ്ങൾ. എന്ത് തന്നെ ആയാലും വീഡിയോ കണ്ട ആളുകൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.